പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നബിസാരുടെ 1500-ാം ജന്മദിനം ലോകമെമ്പാടും കൊണ്ടാടുകയാണല്ലോ. ഈ ജന്മത്തിൽ സലാത്ത് വർദ്ധിക്കാൻ പുണ്യം പറഞ്ഞോട് ഞാനൊരു ആണ്. നാം എപ്പോഴും സലാത്ത് വർദ്ധിക്കണം. സലാത്ത് ചൊല്ലുന്നതിൻ്റെ പാപങ്ങൾ കൊടുക്കുകയും 2 ലോകത്ത് നമ്മുടെ പദങ്ങൾ വരും. അള്ളാഹു ധാരാളം സലാത്തും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞോട് ഞാനൊരു അസ്സലാമു അലൈക്കും. മദീനയിലതിയുറങ്ങും മദീന്റെ വരിക ചേർത്തിടാം നൂറെ ഹബീബുല്ലാഹ്. പവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. മദീനയിലതിയുറങ്ങും റസൂലുള്ളാഹ്. മദീന്റെ വരിക ചേർത്തിടാം നൂറെ ഹബീബുല്ലാഹ്. പവനദീനിന്റെ കാവലായി വന്ന റസൂലുള്ളാഹ്. പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ളാഹ്. അസ്സലാമു അലൈക്കും. അമ്പലമിസ്കിന്റെ മണം, അമ്പലി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടദനം എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അമ്പലമിസ്കിന്റെ മണം, അമ്പലി പോലുള്ള മണം, അമ്പവന്റെ ഇഷ്ടദനം എന്റെ ഹബീബ്, എന്റെ ഹബീബ്. അഖിലമിലൊളിവായി അളവുറ്റരജബുകൾ അതിശയ നിറമാക്കി. അഹദവനമറാലരിമപ്പുനബിയോറാലമിലണവായി എന്ന് അഖിലമിലൊളിവായി അളവുറ്റരജബുകൾ അതിശയ നിറമായി. നിറത്തികൾ സുബഹിൽ പുലരുമ്പോൾ പണഞ്ഞ് ധരണിയിൽ
പൊലിവായി മുത്ത് മുഹമ്മദ് നബിയോരഴകിലും മികവോർ കതിർലങ്കി തെളിവായി തകർന്നു കിസ്റാ നിലച്ചന്ന് സാവാ വിറച്ചന്ന് കുഫിറാകെ മണ്ണിൽ തലകുത്തി മറിഞ്ഞ് പ്രതിമകളുടഞ്ഞ് കുഫിർവനം മുറിഞ്ഞാനേ അഹദവനമറാലരിമപ്പു നബിയോളാലമിലണവായി അന്ന് അഖിലമിലൊളിവായ അളവുറ്റ രജബുകൾ അതിശയ നിറമായി എഴുതിയ വരികൾ മെഹബൂബരെ മതേൻ മൊഴികൾ അതിരത്താൻ പാടിയിരാന ഇഷ്കിൻ തീരത്ത് അണയണ നബിയുടെ ചാരത്ത് നബിയോര് നടന്ന മദീനത്ത് ഹൃദയത്തിൽ എഴുതിയ വരികൾ മെഹബൂബരെ മദീൻ മൊഴികൾ അതിരത്താൻ പാടിയിരാന ഇഷ്കിൻ തീരത്ത് അണയണ നബിയുടെ ചാരത്ത് നബിയോര് നടന്ന മദീനത്ത് സ്നേഹിച്ചാലുടനത്തി മനസ്സിനെ പുണരുന്ന നോവിക്കാൻ അറിയാത്ത തിരുദൂതര് മോഹിച്ചാലുടനത്തി ഹൃദയത്തെ തഴുകുന്ന ദ്രോഹിക്കാൻ അറിയാത്ത തിരുദൂതര് വാക്യവന്ദനമോതും ഹാല് നൂട്ടിൽ സുന്ദരത്തേനും പാല് ഹക്കിലലിഞ്ഞൊരു സ്വർഗച്ചേല് ചേലെല്ലാം ചേലം വെമ്പും ചെമ്മാനം പൊൽ ചുണ്ടതിലെങ്കും ചൊല്ലുന്നോ ചൊല്ലുന്നല്ല ജന്നാത്തിന്മല്ല ചേലെല്ലാം ചേലം വെമ്പും ചെമ്മാനം പൊൽ ചുണ്ടതിലെങ്കും ചൊല്ലുന്നോ ചൊല്ലുന്നല്ല ജന്നാത്തിന്മല്ല. രക്ഷിതാക്കളെ, സ്നേഹനിധികളായ പ്രിയ സഹപാഠികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അതാ മക്കയിൽ ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. ഖുറൈശികൾ മുഴുവൻ നെട്ടാട്ടത്തിലാണ്. കാരണം അവർ ആരാധിച്ചിരുന്ന മക്കയിലെ ബിംബങ്ങളെല്ലാം തലകുത്തി വീണിരിക്കുന്നു. പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീക്കുണ്ടാരം കെട്ടുപോയിരിക്കുന്നു. സാവ തടാകം വറ്റുവരണ്ടിരിക്കുന്നു. സമാവ താഴ്വരയിൽ സമുദ്ര തുല്യമായി ജലം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അങ്ങനെ എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങളാണ് ഖുറൈശികൾക്കിടയിൽ സംഭവിച്ചത്. കാരണം മക്കയിൽ ഒരു കുഞ്ഞ് പിറന്നിരിക്കുന്നു. ആ കുഞ്ഞാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്തി കൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണില് വിണ്ണില് ചന്തമതേറും പുഞ്ചിരി പൂത്തും ഇന്ന് മർഹബ പാടി പുണ്യറബീന് ആരം കോർത്തു സുന്ദരമേറു സുഗന്ധ കൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണില് വിണ്ണില് ചന്തമതേറും പുഞ്ചിരി പൂത്തും ഇന്ന് മർഹബ പാടി പുണ്യറബീന് ആരം കോർത്തു. ഫാത്തിമുൽ അംബിയ ത്വാഹിരാവേ ഖാലിഖൽ അംബവന്റെ സ്നേഹപൊലിവേ ഫാത്തിമുൽ അംബിയ ത്വാഹിരാവേ ഖാലിഖൽ അംബവന്റെ സ്നേഹപൊലിവേ ഖൈറുൽ ബശർ മുത്ത് മുസ്തഫ കൽബിലിക്കു സത്യമുർത്തദ ഖൈറുൽ ബശർ മുത്ത് മുസ്തഫ കൽബിലിക്കു സത്യമുർത്തദ. അസ്സലാമു അലൈക്കും. തിരുനബിയെ കാണണം വണങ്ങുളിര തീരണം മതിയഴകെ കണ്ടെന്ന കൽബറിയേണം സ്വർഗമിൽ തിരുസവിധം പാ
മക്കളെ നബിയെ മദിയെ ഓ അതിശയമേ അങ്ങൻ കൽബിന് കമറല്ലേ അജബേ അജബേ ഹദിങ്കനിയെ മദിയെ നിധിയെ മലരെ ഓ അതിശയമേ അങ്ങൻ കൽബിന് കൊളിയല്ലേ അറള വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനോട് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂലേ അറള വാഴ്ത്തുന്ന സകല ജമാൽ തോൽക്കുന്ന അരശനിലും കാണാത്ത പ്രഭയൊളിനോട് എൻ്റെ കൽബകമിൽ വാഴുന്ന മുത്ത് റസൂലേ ബദറുളി പോൽ പൂമുത്ത് ബദറലയാം സീനത്ത് മഹികനബി ചാരത്തന്നണയുവതെന്ന നിത്യസ്വലാത്തിൽ ഞാൻ ആനന്ദം നുകരും. ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം കൊണ്ടാടുന്ന ഈ സുന്ദര വേളയിൽ നിസ്കാരത്തെ കുറിച്ച് ഏതാനും ചെയ്തു പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. പ്രിയമുള്ളവരെ, ഒരു മുസ്ലിമിന് ഒരിക്കലും ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തതാണ് 5 വഖത്ത് നിസ്കാരം. തെറ്റുകളിൽ നിന്ന് നമ്മെ തടഞ്ഞ് എന്നെ ഓർക്കാൻ നിസ്കാരം നിലനിർത്തുക. നബി തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ സ്ഥാനം ചോദിച്ച സ്വഭാവത്തിലൂടെ നിസ്കാരം അധികരിപ്പിക്കാനാണ് നബി പറഞ്ഞത്. കൃത്യമായി നിസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും സയ്യിദുനാ താരകമുല്ലേ തങ്കമലർനിധിരാജരിതല്ലേ കണ്ണുകളിൽ അഞ്ജനമെഴുകിയ അഷ്റഫുൽ ഹൽഖവരെ അല്ലാന്റെ ആദരകനിയെ അജബുകളുതിരണ അതിമികമൊളിയെ മക്കയിലെ മണൽ തട്ടിനകം തൊട്ട് പൂത്ത നിലാവിതറേ സത്യറസൂലേ ഉത്തമനൂറേ വന്നമിതെങ്ങനെ പാടും ഞാൻ നിത്യനിരാവേ പത്തരമാറ്റേ പൂർണ്ണത എങ്ങനെ പറയും ഞാൻ സത്യറസൂലേ ഉത്തമനൂറേ വന്നമിതെങ്ങനെ പാടും ഞാൻ നിത്യനിലാവേ പത്തരമാറ്റേ പൂർണ്ണത എങ്ങനെ പറയും ഞാൻ കൊതിച്ച് പഠിച്ച് പഠിച്ചവൻ പറഞ്ഞുള്ള റഹ്മത്തതിലെത്തി കണ്ണീരാൽ സുജൂദിൽ വീഴും ആ റസൂലിനെ അറിയുമ്പോൾ മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം അവിടം വന്ന് തിരുമുന്നിനെ ഒന്ന് സലാമോട്ടാനും കൊതിയുണ്ടെങ്കിൽ മദീന റൗള മുനവ്വറയിൽ അന്തി മയങ്ങും ത്വാഹ റസൂലേ സലാം ഉലകിലാദ്യം ഉരുകൊണ്ട നൂറ് ഉപമകളിൽ ബസീലേ ഏറ്റവരായ റസൂലേ ഏറ്റവരായ റസൂലേ ഉലകിലാദ്യം ഉരുകൊണ്ട നൂറ് ഉപമകളിൽ ബസീലേ ഏറ്റവരായ റസൂലേ
ഏറ്റവും ഉത്തമരായ റസൂലേ. അസ്സലാമു അലൈക്കും. പണ്ടേ മദീനയെ പാടിനാലിന്ന് പേരിൽ ഹബീബിന്റെ ആദിമ അന്നേ തൊട്ടിന്നോളം നൂറിൻ പൂമുഖം കണ്ടില്ലെന്നാണെന്ന് മാതിഹ എന്നും മുഹിപ്പിന്റെ മുന്നിൽ മതേത്ര പാടിനാനിന്നെന്ത് ജോറില ഒന്നും നേതാവിന്റെ ചാരെ വന്നില്ലേ നാളെ എന്താവും ബേജാറില. കൊട്ടാരത്തിലെ സുൽത്താനായി വാഴുന്ന ലോറേ മലയാളത്തിലങ്ങു മദീനയെ കാണാനായി മാനസം തേടുന്ന വീണേ അഴകെ അഴകെ അഴകിന്നൊരു നബിയേ നബിയേ ഓ അനുഗ്രഹമേ അങ്ങ് കൽബിന ജബല്ലേ കനിയെ കനിയെ കനകപ്പൂരി ചേരേ നബിയേ നബിയേ ഓ അതിശയനേ അങ്ങ് കൽബിന ജബല്ലേ അജബേറുമാറ്റൂവെള്ള കൊട്ടാരത്തിലെ ജന്നാത്തിൽ സുൽത്താനായി വാഴുന്ന നൂറേ. എങ്ങളെ തങ്കത്തിങ്കളെ പങ്കജം കേൾക്കും തങ്കി രാജ എങ്ങളെ തങ്കത്തിങ്കളെ പങ്കജം കേൾക്കും തങ്കി രാജ മാണിക്യമുത്ത് സലാമാം മഹമൂദ് സല്ലല്ലാഹ് മാണിക്യമുത്ത് സലാമാം മഹമൂദ് സല്ലല്ലാഹ് എങ്ങളെ തങ്കത്തിങ്കളെ പങ്കജം കേൾക്കും തങ്കി രാജ എങ്ങളെ തങ്കത്തിങ്കളെ പുരുമേ കഹാ ഓ മുഹമ്മദ് മദീനെ മൗദൂദ് സ്നേഹപരമായി അണഞ്ഞുള്ള ശംസുൽ ഹുദാ സ്നേഹപരമായി അണഞ്ഞുള്ള ശംസുൽ ഹുദാ താനൂരിൻ സുഗന്ധങ്ങൾ തേടി സദാ താനൂരിൻ സുഗന്ധങ്ങൾ തേടി സദാ മായിവില്ലിൽ ഒളി തോൽക്കുമഴകിൻ ജമാൽ മാരിവില്ലിൽ ഒളി തോൽക്കുമഴകിൻ ജമാൽ പാതിയല്ലാഹു തന്നുള്ള നേരില്ല ഹംനെ ആഘോഷ ദേഖാ നഹീ ഹേ മഗർ മകനിലാവിനഴകാണ് വരികളിലെ ശ്രുതിയാണ് വചനമതാത്മസുഖമാണ് വരികളിൽ സുഗന്ധത്തെ മനമാണ് വചനനിലാവിനഴകാണ് വരികളിലെ ശ്രുതിയാണ് വചനമതാത്മസുഖമാണ് വരികളിൽ സുഗന്ധപ്പു മണമാണ് അജപുകളനവധിയാണ് വിരിഞ്ഞൊരു മലരാണ് അഹദവനകിലരില വലിയൊരു നബിയാണ് മദീനയുടെ വരികൾ ചേർത്തിടാൻ നൂറഹബിബുള്ള പവനത്തിന്റെ കാവലായ റസൂലുള്ള പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ള മിന്നുമണിയിലെത്തി ഉറങ്ങുന്ന റസൂലുള്ള മദീനയുടെ വരികൾ ചേർത്തിടാൻ നൂറഹബിബുള്ള പവനത്തിന്റെ കാവലായ റസൂലുള്ള പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ച പുണ്യ റസൂലുള്ള അജ്ഞാത മൂടിയ നാട്ടിലെന്നെ ഓദിച്ചവരല്ലേ ആരാരും കണ്ടാൽ കണ്ണെടുക്കാതെ ഓടിനല്ലേ എത്ര കണ്ട് മധുരം മധു പാട്ട് കൽബ് കൊണ്ട് ഞാൻ കണ്ട് കാമ്പിലായ പൂച്ചെണ്ട് കാത് കൊണ്ട് എത്ര കേട്ട് മധുരമുള്ള മധു പാട്ട് മന്ദമൊരു തെഞ്ഞെഴുതിയ തീരം മന്ദമൊരു തെഞ്ഞെഴുതിയ തീരം പുണ്യദൈവ
പുണ്യദൈവ പൊൻതാരം കൽബ് കൊണ്ട് ഞാനും കണ്ട് കാമിലായ പൂജണ്ട്. രക്ഷിതാക്കളെ, കൂട്ടുകാരെ, വളരെ അനുഗ്രഹീതമായ ഒരു സമ്പത്താണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൊണ്ട് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ഒരിക്കൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞു, യദുല്ലു അലൈക്കും അന മിൻ ഹാദിൽ ഫജ്റതി മിനൽ ജന്ന. ഈ വഴിയിലൂടെ ഇപ്പോൾ സ്വർഗ്ഗാവകാശി കടന്നു വരും. സഹാബത്ത് ആ വഴിയിലേക്ക് തന്നെ നോക്കി. വീണ്ടും നബി പറഞ്ഞു, ഈ വഴിയിലൂടെ സ്വർഗ്ഗാവകാശി കടന്നു വരും. സഹാബത്ത് ആ വഴിയിലേക്ക് തന്നെ നോക്കി, ആരും കാണുന്നില്ല. വീണ്ടും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഈ വഴിയിൽ ഇപ്പോൾ സ്വർഗ്ഗാവകാശി കടന്നു വരും. സഹാബത്ത് നോക്കുമ്പോൾ അതാ രണ്ട് ചെരുപ്പും കൈ പിടിച്ച് മുഖത്തിൽ നിന്ന് വുളൂഇന്റെ വെള്ളം ഒറ്റുന്ന രൂപത്തിൽ സഹാബത്തിനോട് ചോദിച്ചു, താങ്കളെ എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗ്ഗാവകാശി എന്ന് വിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ കൂടുതൽ അമലുകളൊന്നും ചെയ്യുന്നില്ല. നിനക്ക് സുഖമല്ലേ? അൽഹംദുലില്ലാ, ഒരു കുഴപ്പമൊന്നുമില്ല. നിന്റെ വീട്ടുകാരെന്ത് പറയുന്നു? അവർക്ക് സുഖം. അല്ലടാ, നീ പഠനത്തിൽ പുറകിലാണെന്ന് പറയുന്നത് കേട്ടു. പഠനമൊക്കെ അത് മതി. അതൊന്നും പോരാ, പഠിച്ചു വളരണം, അല്ലെങ്കിൽ സമൂഹത്തിന് വില ഉണ്ടാവുകയില്ല. സമൂഹത്തിന് വിലയില്ലെങ്കിൽ എന്താ? വിലയുള്ള കിട്ടല്ലോ നമ്മുടെ കയ്യിൽ. അതെന്താ? മൊബൈൽ ഫോൺ. എന്ത് മൊബൈലോ? നിന്റെ കയ്യിലോ? മുട്ടയിൽ വീണിട്ട് പോലും ഇല്ല. അതെന്താ നീ അങ്ങനെ പറയുന്നത്? കാരണം എന്റെ സുഹൃത്ത് എന്റെ മുമ്പിലേക്ക് നശിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കുകയില്ല. നീ എന്ത് പറഞ്ഞാലും എനിക്ക് മൊബൈൽ ഒഴിവാക്കാൻ സാധിക്കുകയില്ല. നീ നന്നാവാൻ ഞാനൊരു കാര്യം കാണിച്ചു തരാം. നീ നിന്റെ മൊബൈൽ ഡാറ്റയെ പറ്റിയൊന്ന് പറ. ഗെയിം, ഫിലിംസ്, അങ്ങനെ പലതും. അങ്ങനെ പലതും ആനന്ദം പുളകന്തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴയേ. ആനന്ദം പുളകന്തീർക്കും കൽബിൽ പെയ്തൊരു തൂമഴയേ. ആമോദം വൃത്തി പടർത്തി കുളിരണിയിട്ടൊരു സൗന്ദര്യമേ. ആമോദം വൃത്തി പടർത്തി കുളിരണിയിട്ടൊരു സൗന്ദര്യമേ. ആരംഭക്കാരത്തോലെ ആദവനേകിയ പൊന്നിധിയെ. അസ്സലാമു അലൈക്കും. എത്രയും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, കൂട്ടുകാരെ, നബിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണല്ലോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഈ സുന്ദരവേളയിൽ നബി നമുക്ക് പകർന്നു തന്ന ഒരു മെസ്സേജ് ഞാൻ നിങ്ങളിലേക്ക് കൈമാറി വിടാവുന്ന. നാദൻ തുണക്കട്ടെ. നബി പറഞ്ഞു, ഇന്ന ഫിൽ ജസദിൽ മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലുഹു ഇദാ ഫസദത് ഫസദൽ ജസദു അലാ വഹിയൽ ഖൽബ്. തീർച്ചയായും ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. അത് നന്നായ ശരീരം മുഴുവൻ നന്നാവും, അത് മോശമായ ശരീരം മുഴുവനും മോശമാവും. അതാണ് ഹൃദയം. പ്രിയമുള്ളവരെ, നാമൊക്കെ ഹൃദയശുദ്ധിയുള്ളവരാകണമെന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. ഭവനങ്ങളിലതു വിധിയാണേ, പതിവാതിൽ ചെറുതടിയാണേ, നബിതങ്ങളുടെ പൂങ്കുടിലാണേ. കനിവാം നബിയോരുടെ ഇരപകലുകൾ കണ്ടേ, ഹൈറാം സഹബോരുടെ ഇടപെടലുകൾ കണ്ടേ. അത് കേട്ടു സിദ്ദീഖിൻ വിളിയാളം, യാ റസൂലേ. അത് പത്തുവാം ബിലാലിൻ സ്വരനാദം, യാ റസൂലേ. പ്രവാചകരോ, സുന്ദര മന്ദിരമായ മദീനക്കുള്ളൊരു മന്ദിരയോ, ചന്ദനഗന്ധമിളമ്പവനേകിയ അന്ത്യപ്രവാചകരോ. ആരാണൻ കനവിൽ വന്ന് പുഞ്ചിരി തൂകിയത്, തൂവല്ലി പാസാണവരുടെ വദനപ്പാലഴക്. ആരാണൻ കനവിൽ
വന്ന് പുഞ്ചിരി തൂകിയത് അവരുടെ വദനപ്പാലഴക് സുന്ദര മന്ദിരമായ മദീനത്തുള്ളൊരു മന്ദരിയോ ചന്ദനഗന്ധമിലമ്പവനേകി അന്ത്യ പ്രവാചകരോ. ഞാൻ സലാം പറഞ്ഞത് നീ എന്താണ് സലാം കൊടുക്കാത്തത്? അതൊക്കെ ആദിത്യമായി പറയലല്ലേ. അപ്പോൾ നീ മദ്രസയിലൊന്നും പോകാറില്ലേ? മദ്രസയിലോ? ആ പണ്ട് ഞാൻ മാമന്റെ കൂടെ പോയിട്ടുണ്ട്. നല്ല സ്ഥലം. എടാ പൊട്ട, മദ്രസയിൽ പോയിട്ടുണ്ടോന്നാണ് ഞാൻ ചോദിച്ചത്. മദ്രസയിൽ പോയിട്ടുണ്ടോന്നാണ് ചോദിച്ചത്. അതൊക്കെ പോട്ടെ, എന്റെ മുടിയുടെ സ്റ്റൈൽ എങ്ങനെയുണ്ട്? എന്റെ പാന്റിന്റെയും ഇതേപോലത്തെ ഫ്രണ്ട് വിഷമാ. ഞാൻ ചോദിക്കാതിരിക്കുകയായിരുന്നു. നിന്റെ ഫ്രണ്ടിൽ എന്താണ് എലി കടിച്ചതോ? നിന്റെ തലയിൽ എന്താണ് തീ പിടിച്ചതോ? അതൊക്കെ ഇപ്പോഴത്തെ ഫ്രണ്ട് വിഷമാ. രൂപയും തൊപ്പിയും കൊണ്ടും തിരിച്ച് നിനക്ക് എന്തറിയാം? യാ റബ്ബേ, ഇത് ഇസ്ലാമിന്റെ വേഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വേഷമാണ്. നീ ഇതിന്റെയൊക്കെ പിറകിൽ പോയിക്കോ. ഞാനില്ല. ഞാൻ സ്റ്റൈലായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉള്ളതോ. ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടോ? എനിക്കൊന്നും മനസ്സിലായില്ല. എടാ സാധേ, എനിക്ക് സ്വന്തമായി ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. മുഹമ്മദ്_ എന്നാണ് ഇതിന്റെ പേര്. എനിക്ക് 5000 ഫോളോവേഴ്സ് ഉണ്ട്. ഇതെന്താ തെറ്റാണ്? നിന്റെ ഉപ്പയും ഉമ്മയും വിലക്കാരല്ലേ? അവർക്ക് വേറെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ട്. കഴിഞ്ഞ ദിവസം എന്റെ ഇത്തയുടെ ബർത്ത്ഡേ 25,000 രൂപ മുടക്കി. യാ റബ്ബേ, ഒരു ബർത്ത്ഡേക്ക് 25,000 രൂപയോ? ഇതൊക്കെ ആരംഭമാണ്. എന്താണ് എന്റെ ബർത്ത്ഡേ കൈ ഭൂതകാശല്ലേ? അപ്പൊ നിന്റെ വാക്ക് സ്വതന്ത്രം ചെയ്യാറില്ലേ? ഉണ്ടടാ, റമദാനിൽ വരുന്നവർക്ക് കീറി 5-ന്റെയോ 10-ന്റെയോ നോട്ടുകൾ മാറ്റി കൊടുക്കുന്നുണ്ട്. റമദാനിൽ വരുന്നവർക്ക് കീറി 5-ന്റെയും 10-ന്റെയും നോട്ട് കൊടുക്കലല്ല സ്വതക്ക. പാവപ്പെട്ടവർക്ക് ദരിദ്രർക്ക് കൊടുക്കലാണ് സ്വതക്ക. പുണരുവാൻ പൂതി പ്രണയം പ്രഭുവേ പ്രവാചകരെ പൊരുളേ അഭയം അങ്ങൻ അപദാനത്തിൻ കരളേ സദയം അവിഴം അണയാൻ കൊതിയാണഴകേ വിജയം മദിനി വാസന്തമലർ കൊടിയേ ദീപവുമായി മക്കളത്തുദയം ചെയ്തവരാ എന്റെ പുണ്യബീവരാ മുത്തി മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലി സലാത്തു സലാമു ഗവാദാ എന്റെ റസൂലിനെ. റബീഉൽ അവ്വൽ മാസത്തിൽ 12-ന്റെ ദിവസത്തിൽ ത്വഹാമത്ത് ജനനം കൊണ്ട് സന്തോഷത്തിൻ പൊൻസുന്ദരം ഉമ്മ ആമിന ബീവിയും ഒത്താത്തുവാവിലും സന്തോഷത്തിൻ ചൊരിനം തരങ്ങളിൽ നിറദീപവുമായി മക്കളത്തുദയം ചെയ്തവരാ എന്റെ പുണ്യബീവരാ മുത്തി മുഹമ്മദ് സല്ലല്ലാഹു. ജന്മദിനം കൊണ്ടാടുകയാണല്ലോ. ഈ നല്ല സമയത്ത് പ്രവാചക സ്നേഹത്തെ കുറിച്ച് 1-2 വാക്കുകൾ പറഞ്ഞാൽ നിർത്താം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ലോകത്ത് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുത്തുനബിയാണ്. നബി തങ്ങൾ പറഞ്ഞു, സ്വന്തം മാതാപിതാക്കളെക്കാളും സന്താനത്തെക്കാളും ഈ ലോകത്തുള്ള മറ്റു ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നാം നബിയെ പൂർണ്ണമായി സ്നേഹിക്കണം. നബിയെ സ്നേഹിച്ച് പൂർണ്ണ ഈമാനോടുകൂടി മരിക്കാനും അതുവഴി നാളെ നബിയുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതോടെ ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമുല്ല മലരി നബി നബി ഹബീബിയാ അസ്സലാമുല്ല മലരി നബി നബി ഹബീബിയാ ഹസനത്തിൻ അസലി നബി നബി ഹബീബിയാ അസ്സലാമുല്ല മലരി നബി നബി ഹബീബിയാ ഹസനത്തിൻ അസലി നബി നബി ഹബീബിയാ അസ്വദു മഹിൽ അബിയലു മദമായി ഉദിച്ചുള്ള മധുരമിതാ അസ്വദു മഹിൽ അബിയലു മദമായി
ഉദിച്ചുള്ള മധുരമിതാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നാം ഈ അസ്ലമ മുഹൂർത്തത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥാപ്രസംഗം അവതരിപ്പിക്കുവാൻ പോവുകയാണ്. കഥയുടെ പേര് കുരിശിന്റെ പതനം, കുരിശിന്റെ ഗർജനം. തുടങ്ങിടുന്നിത് നാദന സുതികൾ, തുടിക്കു കൽപകം ഹന്തിൻ മികവായി, പറഞ്ഞിടാം നാം കുദ്സിൻ ചരിതം, പിരിശത്ത് റഹ്മാനേ. ഇന്നും പതക്കും കൽപകമുതിക്കുമോ ഒന്ന് തീർക്കണി സുബ്ഹാനേ. കുദ്സി ഇസ്ലാമിക ചരിത്രത്തിൽ സങ്കല്പങ്ങളാൽ ഉല്ലേഖനം ചെയ്ത മണ്ണ്, മുസൽമാന്റെ പ്രൗഢിയും പ്രതാപവും തെളിയിക്കുന്ന ബൈത്തുൽ മുഖദ്ദസ്. അതെ, ആരൊക്കെ അതിനെ വികലമാക്കിയിട്ടുണ്ട്, ആരാണെന്നല്ലേ നമുക്ക് നോക്കാം. കാഞ്ചന പൊന്നായി വിഷം കുതിസിലായി ജ്വലിച്ചതും കാലമേറെ സാക്ഷിയായി മുഖത്ത് ചരിതമാ, കേളികെട്ട മസ്ജിദിൽ പ്രശോഭയേറെ കണ്ടതാ, കേരള സൽമാന്റെ മണ്ണിൽ ഇന്നതും പ്രകാശമാ. ഇലായിസ്തേദാശമായി ഉമ്മത്തിന്റെ ജീവന, ഇലായിസ്തേദാശമായി കേളികെട്ട ദേഹമാ. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ അമ്മാ ബഅദ്. ബഹുമാനം നിറഞ്ഞ അധ്യക്ഷരെ, സ്നേഹനിധികളായ മാതാപിതാക്കളെ, എന്റെ പ്രിയ കൂട്ടുകാരെ, ലോകമാകെ പ്രവാചക ജന്മദിനം കൊണ്ട് ആടുകയാണ്. ലോക മുസൽമാൻ മുഴുവൻ സന്തോഷം കൊണ്ട് ആർപ്പുവിളിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ വിടവാങ്ങാം. പ്രിയമുള്ളവരെ, അല്ലാഹു നമ്മെ പല രീതിയിലും പരീക്ഷിക്കും. എല്ലാ പരീക്ഷണങ്ങളെയും നാം ക്ഷമിച്ചു കളയുകയാണ് വേണ്ടത്. മഹാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെയായിരുന്നു, എല്ലാം ക്ഷമിച്ചു കളയുകയായിരുന്നു. അല്ലാഹു നമ്മെ പല രീതിയിലും പരീക്ഷിക്കും. പരീക്ഷണങ്ങളായിട്ട് അസുഖങ്ങൾ കൊണ്ടും മാനസികമായ അവസ്ഥകൾ കൊണ്ടും വരെ അല്ലാഹു നമ്മെ പരീക്ഷിക്കും. സമ്പത്ത് കൊണ്ടും അല്ലാഹു നമ്മെ പരീക്ഷിക്കും. എല്ലാ പരീക്ഷണങ്ങളെയും പൊറുതികളാതെ ക്ഷമിച്ചു കളയുകയാണ് ചെയ്യേണ്ടത്. മഹാനായ അയ്യൂബ് നബിയുടെ ചരിത്രം നമുക്കൊരു പാഠമാണ്. മഹാനെല്ലാം ക്ഷമിച്ചു, സമ്പത്ത് നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം ക്ഷമിച്ചപ്പോൾ അല്ലാഹു തന്നെ അദ്ദേഹത്തിന് തിരിച്ചു നൽകുകയാണ് ചെയ്തത്. ഹറമിന്റെ മുറ്റത്ത് ചെല്ലുന്ന കാൽപാദം കുത്താൻ, കത്തിത്തിളങ്ങും റൗദ ശരീഫിൻ വാതിലിൻ ചാരെ ചെല്ലാൻ, കരം ചേർത്തും അസ്സലാം ചൊല്ലാൻ. കണ്ണെത്താ ദൂരത്ത് ഹറമിന്റെ മുറ്റത്ത് ചെന്നുന്ന കാൽപാദം കുത്താൻ, കത്തിത്തിളങ്ങും റൗദ ശരീഫിൻ വാതിലിൻ ചാരെ ചെല്ലാൻ, കരം ചേർത്തും അസ്സലാം ചൊല്ലാൻ. إن حياتكم في الإدمان ترك صحة تدمن دوما لا حياة ولا هوى تخسر المال تفسد الشرف لا نجاة ولا خيرا. يا رضوان يا رضوان إن حياتكم في الإدمان ترك صحة تدمن دوما لا حياة ولا هوى تخسر المال تفسد الشرف لا نجاة ولا خيرا. പ്രിയമുള്ളവരെ, ലോകമാകെ പ്രവാചക ജന്മദിനം കൊണ്ടാടുകയും പ്രവാചകന്റെ സ്തുതിഗീതങ്ങൾ പാടി പറയുകയും ചെയ്ത ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യം അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാഹ്. പ്രിയമുള്ളവരെ, നാം എല്ലാത്തിനേക്കാളും പ്രവാചകനെ സ്നേഹിക്കണം. പ്രവാചകൻ കാണിച്ചിരുന്ന മാർഗം പിൻപറ്റുകയും വേണം. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മൻ അഹബ്ബനി കാന മഅി ഫിൽ ജന്ന. എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. പ്രവാചകനെ സ്നേഹിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. പ്രവാചകൻ കാണിച്ചു തന്ന മാർഗങ്ങൾ പിൻപറ്റലിലൂടെ, അവിടുത്തെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കലിലൂടെ നമുക്കും യഥാർത്ഥ പ്രവാചക സ്നേഹിയാകാം. പ്രവാചകനെ അതിലേക്ക് സ്നേഹിച്ച ഒരു സഹാബിയാണ് മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു. തന്നെ തൂക്കിലേറ്റൻ കഴുകുമരത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടുന്ന് പ്രാധാന്യം നൽകിയത് പ്രവാചക സ്നേഹത്തിനാണ്. അതുപോലെ യുദ്ധവേളയിൽ ശത്രുവിന്റെ വെട്ടേറ്റ് മുറിവേറ്റ സഹാബ് ചോദിച്ചത്, എന്റെ പ്രവാചകൻ എന്തെങ്കിലും പറ്റിയോ എന്നാണ്. പ്രവാചകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ തന്റെ വാളുകുരി കൊണ്ട് ചോദിച്ചത്, എന്റെ പ്രവാചകൻ മരിച്ചു എന്ന് ആരാണ് പറഞ്ഞതെന്നാണ്.
മനം കുളിരുന്നേ മുഖം വിടരുന്നേ മദരിൻ ചിറകിൽ മദീനയെത്തുന്നേ മുട്ടിത്തട്ടി മൗലിദി മുത്തമിട്ടിട്ടുയരാം മുട്ടിത്തട്ടി മൗലിദി മുത്തമിട്ടിട്ടുയരാം മർഹബായ മുജ്തബായ മർഹബായ മുജ്തബായ മാറിവിൽക്കല്ലേ മാറിവില്ലല്ലേ മനം കുളിരുന്നേ മുഖം വിടരുന്നേ മദീൻ ചിറകിൽ മദീനയെത്തുന്നേ. لله رب العالمين والصلاة والسلام على سيدنا محمد الصادق الأمين المبعوث رحمة للعالمين وعلى آله من اتبعهم بإحسان إلى يوم الدين. أيها السادة الكرام إخوتي وأخواتي والأعزاء نلتقي اليوم في مناسبة مباركة ونلتقي فيها بذكرى مولد خير البرية سيدنا محمد صلى الله عليه وسلم الذي عير وجه التاريخ برسالة العدل والرحمة